ചെയർമാനായി വയ്ക്കുമ്പോൾ സോമൻ എന്ന അതിലെ കഥാപാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ കഥാപാത്രം. ആ സോമന്റെ കഥാപാത്രം മോഹൻലാലിനോട് പറയുന്നത് തന്നെ ദേവസ്വം ബോർഡ് ചെയർമാനായി പാർട്ടി നിയോഗിക്കുകയാണ്. പക്ഷേ തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഭഗവാന്റെ വിഗ്രഹത്തിലുള്ള സ്വർണമാല അടിച്ചു മാറ്റലാണ്. അതാണ് തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം. ഏതായാലും സ്വർണമാല അടിച്ചു മാറ്റി അവസാനം പ്രതിയായത് ക്ഷേത്രത്തിലെ മേൽശാന്തി, അവിടെ തിക്കുറിശി അവതരിപ്പിച്ച കഥാപാത്രമാണ്. ഇങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ പിണറായി പോലൊരു മുഖ്യമന്ത്രി ഭാവിയിലുണ്ടാകുമെന്ന് നമ്മുടെ പത്മകുമാർ മുതൽ ഇങ്ങ് പ്രശാന്ത് വരെയുള്ള ചെയർമാൻമാർ ശബരിമലയിൽ ഉണ്ടാവുമെന്നും ഒന്നും അന്നത്തെ കഥ എഴുതിയ കഥാകൃത്തോ ഡയറക്ടറോ ഒന്നും അന്ന് ചിന്തിച്ചു കാണില്ല. പക്ഷേ ഇന്നിപ്പോൾ അദ്വൈതത്തിൻ്റെ ആവർത്തനം. അദ്വൈത സിനിമയിൽ ഭഗവാന്റെ കഴുത്തിൽ കിടന്ന മാല മാത്രമേ കെട്ടിട്ടുള്ളൂ. ഇത് സ്വർണവും കെട്ടു. ഇനി അയ്യപ്പൻ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പം പിണറായി പറയുന്നത് എനിക്ക് ഒരു ചാൻസും കൂടെ തരണം. എന്തിനാ? ഈ വിഗ്രഹം വിടുന്നത്. എല്ലാ വർഷവും നമ്മൾ മാലയിട്ട് ശരണം വിളിക്കാറുണ്ട്, സ്വാമിയെ ശരണമയ്യപ്പ. പിണറായി മൂന്നാമതും വന്നാൽ നമ്മൾ സ്വാമിയെന്ന് വിളിക്കുമ്പോൾ അയ്യപ്പൻ വിളിയേക്കും, മകനെ ഞാൻ ഇയാളുടെ വയറ്റിലുണ്ടെന്ന്. ആരുടെ? പിണറായി. ഇനി അത് മാത്രമേ ഇനി വിഴുങ്ങാൻ ബാക്കി. സ്വർണം കെട്ടു, യോഗദണ്ഡിൻ്റെ മേലെ സ്വർണം പൂശാതെ അതും അടിച്ചു മാറ്റി. കഴുത്തിൽ കടന്ന രുദ്രാക്ഷമാലയെപ്പോലും വെറുതെ വിട്ടിട്ടില്ല. ഇതിനെ കള്ളനെന്നല്ല അവരെ വിളിക്കുന്നത്, കൊള്ളക്കാരെന്നാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, UDF സംബന്ധിച്ച് ഇവിടെ നേരത്തെ വിജയകൃഷ്ണ സാഹിബ് പറഞ്ഞു, എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് നിർബന്ധമുണ്ട്, UDF നിർബന്ധമുണ്ട്. അവിടെ പറഞ്ഞാൽ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുപോകും. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിനെ ഇവിടുന്ന് തുടച്ചു മാറ്റാൻ നോക്കിയപ്പോൾ അതിനെതിരായി പദയാത്ര ഉൾപ്പെടെ നടത്തിയവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ വേദിയിലുള്ള പല നേതാക്കന്മാർ. അന്ന് ഞങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർത്തുകൊണ്ട് പിണറായി സംസാരിക്കുന്ന അതേ പിണറായി BJPയെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾക്കെതിരായി എടുത്ത കേസുകൾ ഇന്നും പിൻവലിച്ചിട്ടില്ല. ഇവിടെ മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞു. മണിപ്പൂരിലെ ക്രൈസ്തവ വിഭാഗത്തിന് നരേന്ദ്രമോദിയുടെ രഹസ്യ പിന്തുണയോടുകൂടെ RSSകാർ ആക്രമിച്ചപ്പോഴും പൗരത്വ നിയമത്തിനെതിരെ നമ്മൾ കൈക്കൊണ്ട അതേ സമീപനം മണിപ്പൂരിൽ നമ്മൾ കൈക്കൊണ്ടിട്ടുണ്ട്. ശബരിമലയുടെ കാര്യത്തിൽ തുടക്കം മുതൽ ഇന്ന് വരെ നമുക്ക്